ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ നാളെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ എല്ലാ പ്രാവശ്യം കേക്ക് കട്ട് ചെയ്തിട്ട് ആണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്. കുറച്ചധികം ഗിഫ്റ്റുകൾ മേടിച്ചിട്ടുണ്ട്. അതിപ്പോ ഞാൻ ഇന്നേ അങ്ങ് കൊടുക്കുവാണ്. ഇന്ന് തന്നെ ഞാൻ അങ്ങ് ഗിഫ്റ്റ് കൊടുക്കുക. ഇല്ല, അങ്ങനെ അങ്ങ് തരത്തില്ലേ? ഇന്ന് നമ്മളൊരു ഗിഫ്റ്റ് ഹണ്ടിങ് നടത്തുക. ഗിഫ്റ്റുകൾ ഓരോരുത്തർ ഒളിപ്പിക്കും. അത് കണ്ടുപിടിക്കാനുള്ള ക്ലൂ ഞാൻ തരും. അപ്പം അതിന്റെ ആ ക്ലൂ അനുസരിച്ച് നിങ്ങൾ പോയിട്ട് അത് കണ്ടുപിടിക്കണം. ഇല്ല, അമ്മയുടെ ബുദ്ധിയാണ് ആദ്യമായിട്ട് പ്രവർത്തിക്കേണ്ടത്. അമ്മയുടെ ബർത്ത്ഡേ ആണ്. അപ്പം അമ്മ വേണം കണ്ടുപിടിക്കാൻ. അച്ഛൻ കൂടെ നിന്നോ, അധികം ബുദ്ധികളൊന്നും പറഞ്ഞു കൊടുക്കും. അച്ഛന് മനസ്സിലായാലും അത് മനസ്സിലായി. അമ്മയുടെ ബുദ്ധിയിൽ അമ്മ കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചില്ലെങ്കിൽ അത് കിട്ടൂല. നമ്മളെ വീട്ടിനകത്തല്ലേ, വീട്ടിനകത്ത് മാത്രമല്ല പുറത്തും ഉണ്ട്. എടുത്താ അമ്മയ്ക്ക് സ്വന്തം. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതിനു വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്ത് ഗിഫ്റ്റ് ചെയ്ത് അത് കണ്ടുപിടിച്ചത് പാക്ക് ചെയ്ത് ക്ലൂ സെറ്റ് ചെയ്ത് അങ്ങനെ കുറച്ചധികം പണികൾ ഞാൻ അതിനകത്ത് എടുത്തിട്ടുണ്ട്. ഒരു രസമല്ലേ പോയി കണ്ടുപിടിച്ച് അത് എടുക്കുമ്പോ ഒരു വേറെ ഫീൽ അല്ലേ? ഇല്ല 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 ഇല്ല, ഇത് അമ്മ കണ്ടുപിടിക്കാം. രസമായിരിക്കും. ഞാൻ ആദ്യത്തെ ക്ലൂ തരട്ടെ. ഇതാണ് ഫസ്റ്റ് ഗിഫ്റ്റ്. അതിനുള്ള ക്ലൂ അത്. ലൈറ്റ് ഓൺ ആയാൽ കാണാം, വാതിൽ തുറക്കൂ, സർപ്രൈസ്. അപ്പൊ ഗൈസ്, ഇതാണ് ക്ലൂ. ലൈറ്റ് ഓൺ ആയാൽ കാണാം, വാതിൽ തുറക്കൂ, സർപ്രൈസ്. അപ്പൊ അത് അത്രയ്ക്കുള്ള ഫ്രണ്ട് കഥ തുറക്കുക. ഇതിന്റെ തലയിലൊന്നും വരൂലെന്ന് തോന്നുന്ന. ഞാൻ മുട്ട സാധനമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതെങ്ങനെ കണ്ടുപിടിക്കുമെന്നോ? വാതില് തുറക്കുമ്പം ലൈറ്റ് കത്തുമ്പം കാണുന്ന സാധനം അത് ബൾബല്ലേ? അച്ഛനെ കത്തിയ എന്തുവാ? എനിക്ക് മനസ്സിലായി. ഫ്രിഡ്ജ്. കഥവിലായി കിടക്കുന്നത് മൊത്തം. ഹാപ്പി ഹാപ്പി. കണ്ടുപിടി. ഓ, എന്തൊരു ധൃതി. അതിനകത്ത് മീനാ. എവിടെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ചോറും പാത്രം. അയ്യേ, അമ്മ ആദ്യം എടുത്തായിരുന്നു, എന്നിട്ട് തുറന്നു നോക്കിട്ടൊക്കെ വെച്ച്. സ്വർണ്ണ ബിസ്ക്കറ്റ് അമ്മ. ചോക്ലേറ്റ് ഡയറി മിൽക്ക് ആട്ടോ. തിന്നോ, ഇത് അമ്മയ്ക്കുള്ളതാ. കണ്ടുപിടിച്ച്. എനിക്ക് ഞാൻ ഈ കഥ തുറക്കുമ്പോ ഉള്ള കാര്യമാണ് ഓർക്കുന്നത്. അങ്ങനെ അമ്മ സക്സസ്ഫുള്ളി ഫസ്റ്റ് ഗിഫ്റ്റ് കണ്ടുപിടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. തിന്നോ. നമ്മളിങ്ങനെ ആലോചിച്ചിട്ട് ഇത് കണ്ടുപിടിക്കുമ്പോ ഒരു സന്തോഷമുണ്ട്. പിന്നെ അത് എന്തുവാന്നല്ല, അത് സന്തോഷമാണ് കണ്ടുപിടിക്കുമ്പോ. ഇതാണ് രണ്ടാമത്തെ ഗിഫ്റ്റിനുള്ള ക്ലൂ. വായിച്ചു. വീട്ടിൽ നിന്ന് 200 മീറ്റർ അപ്പുറത്ത് 3 റോഡ് കൂടിച്ചേരുന്ന ഇടത്ത് ഒരാളുടെ കയ്യിൽ ഞാൻ ഇരിപ്പുണ്ട്. 3 റോഡ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്നത്, അങ്ങോട്ട് വരുന്നത്, മേലോട്ട് വന്നത് വേലമുക്ക്. വണ്ടി സ്റ്റാർട്ട്. ഉറപ്പ് തന്നെ അവിടെ ആണെന്ന്. എനിക്കറിയത്തില്ല. 3 റോഡ് ചേരുന്നത് അവിടെ 3 റോഡ് കൂടി ചേരുന്നത് എന്തോരം സ്ഥലങ്ങളുണ്ട്. ഇതും 3 റോഡ് കൂടി ചേരുന്ന ഒരു സ്ഥലമാ. എനിക്കറിയത്തില്ല, ആലോചിച്ച് നോക്ക്. ഞാൻ വേണേ തെറ്റിക്കാനും പറയും. ഇല്ല അല്ലേ? വേലമുക്കാരി ഇല്ലേ? എനിക്കറിഞ്ഞൂടാ. അവിടെ നോക്കാം. എന്റെ ഇനി ഇവരെ കയ്യിലാണോ അവര് നോക്കണേ. ഇതാണോ സ്ഥലം? 3 റോഡ് അങ്ങോട്ട് ഇങ്ങോട്ട്. ചോദിച്ചോക്കെ കേറി. അണ്ണ എവ എന്തെങ്കിലും കൊണ്ട് തന്നിട്ടുണ്ടാ?
കൊച്ചിവിടെ എന്തെങ്കിലും കൊണ്ട് തന്നിട്ടുണ്ടോ? ഇല്ലേ, കൊണ്ട് തന്നിട്ടില്ലേ? ഉറപ്പല്ലേ? അപ്പൊ ഇവിടെ ഇല്ലേ, കള പോലല്ലേ? അപ്പൊ ഇവിടെ ഇല്ല. വേറെ എവിടെ? ഇവരെന്തോരും ആയിരിക്കും. ഇവിടെ എന്തെങ്കിലും കൊണ്ട് തന്നിട്ടുണ്ടോ? പൊതി കൊണ്ട് തന്നാ? അപ്പൊ അതിനോട് അമ്മയ്ക്ക് ഫൈനലി കിട്ടി കേട്ടോ. ഇപ്പൊ പൊട്ടിക്കുന്ന വീട്ടിൽ പോയി പൊട്ടിക്കുന്ന. ഹേ ഗൈസ്, അങ്ങനെ അമ്മ രണ്ടാമത്തെ ഗിഫ്റ്റും സക്സസ്ഫുൾ ആയിട്ട് കണ്ടുപിടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അമ്മ ആദ്യം അപ്പുറത്തെ കടയിൽ ചോദിച്ചല്ലേ? അപ്പുറത്തെ കടയിൽ പോയി ചോദിച്ചു. രാജേന്ദ്രൻ കള്ളല്ലോ. രാജേന്ദ്രൻ ഇല്ല. എന്തരായിരിക്കും ഗസ്? എന്തരായിരിക്കും? ചപ്പലാണെന്ന്. അടിപൊളി ചെരുപ്പാണ് കേട്ടോ. ഒന്നാമത്തെ പൊക്കമില്ല, അതുകൊണ്ട് കുറച്ച് പൊക്കമുള്ളത് നോക്കി ഞാൻ പേടിച്ച്. സാരിയൊക്കെ കൊടുക്കുമ്പോഴേ അമ്മയ്ക്ക് അങ്ങ് തീരെ പൊക്കം ഇല്ലാത്തതാണ് തോന്നുന്നു. ഇത് കൊടുക്കുമ്പോ അടിപൊളിയായിരിക്കും. സൈസ് തന്നെ കറക്റ്റ് അല്ലേ അളവ്? കറക്റ്റ്. യെസ്. ഓ മിനുങ്ങുന്നു. ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടു. കറക്റ്റ് അളവ്. പൊക്കം തോന്നുന്നു കേട്ടാ. ഇപ്പൊ ഇത്ര പൊക്കി അമ്മ. ഇത്ര എന്തി ഈ പ്രാവശ്യത്തെ ഇത് കൊള്ളാടെ. സർപ്രൈസ് എല്ലാം കൊള്ളാം. സർപ്രൈസ് ഇഷ്ടപ്പെട്ടിട്ട് അടുത്ത ഗിഫ്റ്റ് കണ്ടുപിടിക്കാൻ റെഡിയാണോ? ഓരോ ഗിഫ്റ്റിന് താങ്ക് യു ഉണ്ട്. മറ്റേതാണെങ്കിൽ എനിക്ക് ഒരു താങ്ക് യു ഒരു കിട്ടത്തുള്ളൂ. ഇതാകുമ്പോ ഓരോന്നിനും കിട്ടുമല്ലോ. ഇപ്പൊ മൂന്നാമത്തെ ഗിഫ്റ്റ് വരട്ടെ. വീട്ടിന്റെ ഒരു മൂലയിൽ ഇരിപ്പുണ്ട് ഞാൻ. എന്നെ ഇവൻ ഇപ്പോൾ കറക്കി നശിപ്പിക്കും. ഇവൻ ഇപ്പോൾ കറക്കി നശിപ്പിക്കും. എന്റെ അടുത്ത് ഫാൻ്റെ അകത്ത് എന്തോ വെച്ചിട്ടുണ്ട്. ആ സ്വിച്ച് ഇടുമ്പോ കറങ്ങുമോ, വീഴുമോ, തറേ കറക്കി നശിപ്പിക്കുമെന്ന് പറയുമ്പോ അവിടെ ഇല്ല. അത് കറങ്ങിയാ നശിച്ചു പോകുന്നത്. അവിടെ ഇല്ല. അപ്പൊ നിന്റെ റൂമിലായിരിക്കും. എന്റെ റൂമിലെ പാനിടാവോ? ഇട്ടോ. കറങ്ങുന്നുണ്ട്. കറങ്ങിയാ നശിക്കുന്നല്ലേ പറഞ്ഞേ? എല്ലാ ഫാനിന്റെ മൂട്ടി പോയി നോക്കട്ടെ എന്ത് രണ്ടുണ്ടെന്ന്. എല്ലാം മൂല അരിച്ചു പറക്കുക. ഓ മൂല കറക്റ്റ് മൂലയെ പോയി നോക്കുന്നത്. അത് തേങ്ങ. അതായിരിക്കും തുറന്നു നോക്ക്. ആ കണ്ടുപിടിച്ചു. ഓ സ്വർണം സ്വർണം. ഇത് നേരത്തെ ഇവിടെ ഇരുന്നതല്ലേ? വല്ല നടക്കുവോ? മണിക്കൂർ ഒന്നായി കേട്ടാ. വാഷിംഗ് മെഷീനാണോ? മെഷീൻ. കണ്ടുപിടിച്ചേട്ടോ. കൊറേ ബുദ്ധി പ്രവർത്തിച്ചല്ലേ അമ്മ? ആദ്യം മിക്സി പോയി നോക്കി,
പിന്നെ വീടിന്റെ മൂല നോക്കാൻ തുടങ്ങി. ഞാൻ ഇത് പോയില്ല, ഇവ ഇവിടെ കൊണ്ടുപോയിക്കോന്ന് അങ്ങനെ പോയില്ലല്ലേ. തല അത്രയും പ്രവർത്തിച്ചില്ലല്ലേ. എന്തായാലും ഒരു വല്ലാത്തതായി പോയി. എനിക്ക് മെമ്മറി കുറവാണ്. അമ്മ ഇച്ചിരി ആലോചിച്ചെടുക്കാൻ വേണ്ടിട്ട് കുറച്ച് സമയം എടുക്കും കേട്ടോ. ഇച്ചിരി ഇന്ന് ആലോചിക്കുമ്പോ കിട്ടും. പൊട്ടിച്ചു നോക്ക്. അയ്യോ മാക്സി 2 മാക്സി ഉണ്ട് കേട്ടോ. ഇത് കഷ്ടപ്പെട്ടാലും നല്ല ഗിഫ്റ്റുകളല്ല. കൊള്ളാ? ഇഷ്ടപ്പെട്ട? അമ്മ ഇരുന്ന് ആലോചിക്കുന്ന എനിക്കൊക്കെ പറയണോന്നുണ്ട്. ഇരുന്ന് ആലോചിക്കാതെ എവിടാ അത് ഇച്ചിരി പെതുക്കെ കത്തത്തുള്ള. അയ്യേ കരയുന്ന അമ്മ. അയ്യാ ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ 2 പേരോടെ കണ്ടുപിടിക്കും. ഓക്കെ, റെഡിയാണോ? ഇനി അച്ഛനോട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, തുടങ്ങാം. ഓക്കെ, ഗിഫ്റ്റ് നമ്പർ 4 ഇതാണ് ക്ലൂ. വീട്ടിന്റെ ഉള്ളിലെ വീട്. വീട് റൂമിന്റെ അകത്താ. വീട്ടിന്റെ ഉള്ളിലെ വീടിന്റെ ഹാപ്പിയുടെ വീടായിരിക്കും. ഞാൻ പറഞ്ഞോണ്ട് ഇങ്ങോട്ടാ പുറത്തോട്ടാ. ഇതമ്മ പെട്ടെന്ന് കണ്ടുപിടിച്ചേട്ടാ. ബ്രില്യന്റ് ബ്രില്യന്റ്. എന്നിട്ട് അമ്മ ആദ്യം അച്ഛനക്ക് പറയട്ടല്ലേ, അമ്മക്ക് ഓരോ റൂമിലും പോയി നോക്കാത്. കൊള്ളാല്ലേ? എല്ലാം അമ്മയുടെ ഇരിക്കുന്ന എല്ലാം വലിയ ബാഗല്ലേ? ഇഷ്ടപ്പെട്ടാ? ഇതാ നല്ലത്, കണ്ടുപിടിക്കാൻ പാടുണ്ടെങ്കിൽ. അതാ റെഡിയാണോ? വീട്ടിൽ നിന്നും 1 കിലോമീറ്റർ അപ്പുറത്ത് ആൾ താമസമില്ലാത്ത ഒരു വീട്. വീട്ടിനരികിലുണ്ട് ഞാൻ. നമ്മള് കുടുംബത്തിലായിരിക്കും. വണ്ടിയുടെ പോയി നോക്ക്. കുടുംബ വീട് തന്നെ, ആൾ താമസമില്ലാത്ത ഒത്തിരി വീടുണ്ട്. അവിടെ നമ്മളെ വീടാ, അല്ലാതെ ഒന്നും കൊണ്ടുപോയില്ല. അവിടെ തന്നെ വാ വണ്ടി വീണ്ടും വണ്ടി. ഞാൻ അച്ഛൻ്റെ കൂടെ വരാന്നാ. എന്തൊരു സ്പീഡായിരുന്നു. അമ്മ ഭയങ്കര സ്പീഡിലേക്ക് വന്നാ. അത് എടുക്കാനുള്ള ത്വര. എന്നാ ഓടിപ്പോയി കണ്ടുപിടിക്ക്. താക്കോല് ചേച്ചിയുടെ ഇല്ലേ? ചേച്ചി താക്കോല ചേച്ചി വീട്ടിന്റെ കൊടുക്ക ഒരു അത് തുറക്കാൻ താഴെ അപ്പുറം താഴത്തെ വീട്ടിന്റെ താക്കോല് എന്താ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് നോക്കാൻ. കൊച്ചു ഇതിപ്പോ എല്ലാരും പറഞ്ഞ് പേടിപ്പിക്കണല്ലോ അമ്മ. അവൻ എന്തിനാ എന്തോ കേടായി പോകും പെട്ടെന്ന് പോയി നോക്കമ്മ. ഇവിടെ ഉണ്ടായിരുന്നു തോന്നല്ലോ. അമ്മ നോക്കുന്നതാണോ ക്യൂട്ടാണ്. കക്കൂസിലെന്തോന്ന്? കക്കൂസിലില്ല. ഇതിപ്പോ പെടുവല്ലോ ഞാൻ. ചുറ്റാകെ നോക്ക്.
എല്ലായിടത്തും നോക്ക്, ഉത്തരത്തിലും കഴുക്കോലിലൊക്കെ നോക്ക്. കറണ്ട് അടിക്കും. ഓന്താ വീടൊക്കെ തുറന്ന് സെർച്ച് ചെയ്യുക. അമ്മ കണ്ടുപിടിച്ചില്ല കേട്ടോ. ഞാൻ ഒരു ക്ലൂവും കൂടെ തരാം. ഒരു ക്ലൂവും കൂടെ ഉണ്ട്, വായിച്ചു നോക്ക്. ഭൂമി തുറന്ന ഒരു കുഴിയുടെ കരയിൽ ഒളിപ്പിച്ചിരിപ്പുണ്ട്. അപ്പൊ കിണറ്റി ഇറങ്ങാൻ പോണ. നല്ല ബുദ്ധി. ഞാൻ ഒരു ഗിഫ്റ്റ് ഒളിപ്പിക്കാൻ വേണ്ടിട്ട് കിണറ്റിനകത്ത് ഇറങ്ങിയില്ലേ. അമ്മ ഒറ്റ ബുദ്ധിയാട്ടോ. ഒന്നുകൂടെ വായിച്ചു നോക്കമ്മ കറക്റ്റ്. അതിനകത്തുണ്ടല്ല. ഞാൻ എപ്പോഴാ ഇതിന്റെ ചെവിട്ട് വന്നിട്ട് നോക്കിട്ടില്ല. അച്ഛൻ കണ്ടല്ലേ? ഞാൻ എപ്പോഴാ കണ്ടെന്നറിയാമത്. അപ്പോഴാണ് ഞാൻ പറഞ്ഞറിയാമോ? അച്ഛൻ പറഞ്ഞു കൊടുക്കാക്കൂലത്. ഞാൻ പറയൂ. പൊട്ടിച്ചു ചോദിക്കാം. ഞാൻ വിചാരിച്ച അമ്മ കിണറ്റി ഇറങ്ങുമെന്ന്. ഇപ്പൊ അവരിപ്പോ ഇറങ്ങി നോക്കിയായിരുന്നു. ഭൂമി തരുന്നൊരു കുഴി. ഓ എന്തരാണോ എന്താ ചേച്ചി, ഞാൻ കണ്ടുപിടിക്കണോ? ഓ ചുരിദാറ്. ഓ അവ ഇപ്പഴാണ് കൊണ്ടുവച്ചെന്ന്. താങ്ക് യു. ഓക്കെ. ഓരോ ഗിഫ്റ്റിലും നാളെ. അയ്യോ അതിന് കണ്ടുപിടിക്കാൻ പാടാ ചേച്ചി. അഞ്ചാമത്തെ ഗിഫ്റ്റാ. എന്റെ ബുദ്ധി റോക്കറ്റാ. കുഴിക്കകത്തെ ആ കയറിന്റെ അറ്റത്തിന് കെട്ടിട്ടേ. ഇച്ചിരിയുടെ കഴിഞ്ഞ കുഴി അതിനകത്ത് ഇറങ്ങിയല്ലേ കെട്ടി. ഇല്ല സൈഡ് കരക്ക് വെച്ചിരുന്നു. അതിന്റെ കരക്ക്. എന്നിട്ട് ക്ലൂ ചോദിന് എന്നിട്ട് വായിക്കുന്നില്ല, കരയ്ക്കൊന്ന് വായിക്കുന്നില്ല. അപ്പൊ ഞാൻ തൊട്ടിക്കകത്ത് കിടത്തി. വെപ്രാളമാണോ അന്നത്തെ? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. കൊള്ളാം. മൂത്ത് നോക്ക്. ചുരിദാറാണ് കേട്ടോ. ഈ കളർ അമ്മയ്ക്ക് ഇല്ലായിരുന്നു. പോയി മേടിച്ചു. ഞാൻ സെലക്ട് ചെയ്തതാ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് തിരിച്ചു കൊടുക്കാം, വേറെ എടുക്കാം. കോട്ടനാ, ഫുൾ കോട്ടനാ. കൊള്ളാല്ലേ? ഇഷ്ടപ്പെട്ടാ? അതിന് പാൻറ്റും എല്ലാം വരുന്നുണ്ട്. പാൻറ്റും ഷോളും എല്ലാം ഉണ്ട്. ഗിഫ്റ്റ് എല്ലാം സൂപ്പർ ആയിട്ടാ. എല്ലാം മേടിക്കാൻ അറിയാം. ഇനിയുണ്ട്, കഴിഞ്ഞിട്ടില്ല. വെറൈറ്റി ആയിട്ട് ഇനിയുണ്ട്. ഓക്കെ ഗൈസ്, ഇനി നേരെ വീട്ടിലോട്ട് പോട്ടെ. ഓക്കെ ഗൈസ്, ഇനിയിപ്പോൾ ആറാമത്തെ ഗിഫ്റ്റ് അല്ലേ അമ്മ? ആറാമത്തെ ഗിഫ്റ്റ് കേട്ടോ. ഇതാണ് അമ്മയുടെ ക്ലൂ. വായിച്ചു നോക്കിയോ. സൂര്യൻ ഉദിക്കുന്ന ആദ്യ കോണിലാണ് ഞാൻ. സൂര്യൻ ഉദിക്കുന്ന ആദ്യ കോണ്. സൂര്യൻ ഉദിക്കുന്ന ആദ്യം കിഴക്കാണ്. കിഴക്ക് വശത്ത് ആ കോണില്. അങ്ങനെയൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കും അമ്മ. സൂര്യൻ ഉദിക്കുന്ന ആദ്യ കോൺ ഇവിടെ കേട്ടോ. അമ്മ അവിടെ പോയി നോക്കുക. മൊത്തത്തിൽ സെർച്ചിങ് ആണ്. ടാർപ്പയുടെ അടിയിലൊക്കെ കയറി നോക്ക്. ഒരു ക്ലൂ കൊടുത്താ ഒന്നുകൂടെ തന്നെ കണ്ടുപിടിക്കോ. ഇവൻ ഇപ്പോൾ വിശ്രമത്തിലാണ്, അതുകൊണ്ട് ഞാൻ സുരക്ഷിതൻ ആണ്. അച്ഛൻ കണ്ട? എന്തിനാ കള്ളം പറയുന്ന? അച്ഛന് കാണാൻ പറ്റുന്ന സ്ഥലത്തല്ല അത്. അച്ഛന് കാണാൻ പറ്റുന്ന സ്ഥലത്തല്ല. അയ്യേ നോ. അതുകൊണ്ട് ഞാൻ സുരക്ഷിതൻ ആണ്. പിന്നെ സ്കൂട്ടിക്കകത്ത് ഓടാത്ത സാധനം വല്ലോ കണ്ണിന്റെ മുമ്പിൽ കിടപ്പുണ്ട്. നോ. തുറക്ക് 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 തുറക്കവാ. ഉണ്ടാ കിട്ടില്ല. ഓക്കെ, സമയം കഴിഞ്ഞ്.
സമയം കഴിഞ്ഞു. അടിക്ക് ഒന്ന് പിടിച്ച ഒരു സഹായം. എടുക്കറിയത്തില്ല തുറക്കാം. ഇവിടെ പ്രതീക്ഷ ഇല്ല, ഇവിടെ പ്രതീക്ഷിച്ചില്ല. ഓടാതെ ഇങ്ങനെ കിടക്കുവാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ എഴുതി വെച്ചത്. ആ തുറന്നു നോക്ക്. എന്തുവാണ്, എന്തരായിരിക്കും? ജസ് എന്തരാണ് എന്ത് ഒരു ഐഡിയ തിന്നാൻ തീറ്റ. തുറന്നു നോക്ക്. ഓ കമ്മല്. കമ്മലാണ് കേട്ടോ. അയ്യോ എത്ര കമ്മല്. ഇഷ്ടപ്പെട്ടാ? പിന്നെ ഓ എത്ര കമ്മല്. എനിക്ക് കമ്മല് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എവിടെ പോയാലും ആദ്യം മേടിക്കുന്ന കമ്മലാണ് അമ്മയ്ക്ക്. വേണ്ട, ഒത്തിരി കമ്മലുണ്ട് കേട്ടോ. മൊത്തം ഒരു 1 2 3 4 5 6 പീസ് കമ്മലുണ്ട്. ഹാപ്പി ഹാപ്പി. എല്ലാം നല്ല രസമുള്ള കമ്മല കേട്ടോ. നോക്കിയേ, കൊള്ളാം. എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ സാധനം. നല്ല വെറൈറ്റി. ഇങ്ങനത്തെ ഒന്നും അമ്മയ്ക്ക് ഇല്ലായിരുന്നു. എല്ലാം ചെറിയ ജുമിക്കുള്ളതാ. എന്താ കൊച്ചു ഇത്രയും സാധനം മേടിച്ച് വെച്ച് എന്നെ ഇട്ട് ഓടിച്ചിട്ടാ തന്നെ. അയ്യടാ, അല്ലാതെ ഇപ്പൊ കണ്ടുപിടിക്ക. മതിയാ ഗിഫ്റ്റ് ഒക്കെ? മതിയാ, കണ്ടുപിടിച്ച് മടുത്ത്. ഓക്കെ. ഇനി രണ്ട് മൂന്ന് ഗിഫ്റ്റ് കൂടെ ഉണ്ട്. ഇതും കൂടെ വെച്ചിട്ട് ഞാൻ നിർത്തുവാ. അമ്മ ഒന്നത് ക്ഷീണിച്ചു കേട്ടോ ഒത്തിരി, ഓടി. അതെ ഗൈസ്, അപ്പൊ എന്തായാലും ഇത് അമ്മയുടെ ലാസ്റ്റ് ഗിഫ്റ്റാ. ബാക്കി ഇനി 2 3 ഗിഫ്റ്റ് ഉണ്ട്. അത് ഞാൻ നാളെ തരാം. ഇനിയുണ്ട്. ഇനി അമ്മ ഹണ്ട് ചെയ്യണ്ട. ഞാൻ അല്ലാതെ 2 ഗിഫ്റ്റ് ഞാൻ അല്ലാതെ തരാം. 7ാമത്തെ ഗിഫ്റ്റ് ആണ് കേട്ടോ ഇത്. വീട്ടിന്റെ തെക്കേ മൂലയിൽ ഒരു ഭിത്തിയിൽ ഉണ്ട് ഞാൻ. ഇപ്പൊ കിഴക്കും തെക്കും പടിഞ്ഞാറൊക്കെ ഈ തെക്ക്. ഇല്ല, ഞാൻ അച്ഛൻ്റെ അടുത്ത് വെച്ച് ഇവിടുത്തെ തെക്ക് ഏതാണ് നോക്കട്ടെ. കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് തെക്ക് അവിടെ. ഓക്കെ. ഇനിയിപ്പോ എല്ലാ ഭിത്തിയും തപ്പണം കേട്ടാ. എവിടെയെങ്കിലും ഒട്ടിച്ച് വെച്ചിട്ടുണ്ടോ അത്? ഭിത്തി അതിനകത്ത് ചെന്ന് പിടിക്കല്ലേ, കറണ്ടടിക്കും അതിനകത്ത് കൊടുത്താ. പ്രത്യേകം എഴുതിയിട്ടുണ്ട്. ഭിത്തിയിലുണ്ട്. ഇനി വേണോ ക്ലൂ? തെക്കേ മൂലയില് ഇനി വേണോ ക്ലൂ? വേണോ? അതോടെ എനിക്ക് ബൾബ് വോൾട്ടേജ് കുറവാന്നറിയാല്ലേ. ഒരു ക്ലൂ കൂടെ തരാം. എനിക്ക് ശ്വാസം മുട്ടുന്നു. പെട്ടെന്ന് എന്നെ കണ്ടുപിടിക്കൂ. അയ്യോ പാവോ. അയ്യോ ശ്വാസം മുട്ടുന്നു. ഞാൻ വെടിയിലോ ശ്വാസം മുട്ടുന്നു. പാവ, അതിനെതിരെ ശ്വാസം മുട്ടുന്നു. അതാണ് പറഞ്ഞത്. അത് എഴുതി വെച്ചേക്കുന്നത് എനിക്ക് ശ്വാസം മുട്ടുന്നു, പെട്ടെന്ന് എന്നെ കണ്ടുപിടിക്കും. ഇത് സിമ്പിൾ അല്ലായിരുന്നു. പൊട്ടിച്ചോക്ക്. അമ്മക്ക് എത്ര ഗിഫ്റ്റ് കിട്ടിയില്ലേ ചാ? ലക്കി. ഇനി വെച്ചോ കണ്ടുപിടിക്കാം. പക്ഷെ കൊച്ചുവേ എഴുതുമ്പോ 2 എണ്ണമൊക്കെ എഴുതണം, എന്നാലേ എനിക്ക് പെട്ടെന്ന് ഇല്ലേ 2 ക്ലൂ ഒക്കെ തരണം. ബോക്സ് നോക്കുവാണ് എന്തുവാണ്. ഓ അയ്യോ, വള, കരുവള, പൊട്ട്, സൈഡ്. എല്ലാ വളയും മേടിച്ചു കേട്ടാ. കരിവളയുണ്ട്, പിന്നെ കളറ് ഉള്ള വളയുണ്ട്, കുപ്പിവള, കളർ വള. ഇടുന്ന അളവിന്റെ പൊട്ട് തന്നെ എനിക്കെല്ലാം അറിയാം. പിന്നെ സ്ലൈഡ് മേടിച്ചു. ഒരു സ്ലൈഡ് ഉണ്ടല്ലേ? അയ്യോ കണ്ടടാ, അമ്മച്ചി കിട്ടിയത് കണ്ടാ കിട്ടി. മായിച്ച് തന്നപ്പോഴേക്ക് സങ്കടമായപ്പോ ഞാൻ ഒരുപാട് ഓടി. മാക്സിക്കാന്ന് നമ്മ ഒത്തിരി ഓടിയതല്ലേ. ഇനിയും ഗിഫ്റ്റ് ഉണ്ട്. അത് തീർന്നിട്ടില്ല. ഇനി ഒരു 2 3 ഗിഫ്റ്റ് കൂടെ ഉണ്ട് കേട്ടോ. അത് ഞാൻ അമ്മയ്ക്ക് നാളെ തരാം.
കളഞ്ഞ പിന്നെ ഞാൻ സിമ്പിൾ ആയിട്ട് എഴുതിയത് കുറച്ചും കൂടെ ഒക്കെ. അതായിട്ട് എഴുതി തന്നോ, രണ്ട് ക്ലൂ വരൂലേ? ആദ്യത്തേത് എനിക്ക് ഓക്കെ, ഗിഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെട്ടല്ലോ. ഗിഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെട്ടു. ഓക്കെ, യാ ഗൈസ്, അപ്പോൾ എന്തല്ല എനിക്കൊന്നും ഇല്ലേ തിരിച്ച്. അത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.